ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡേറ്റ ടൈപ്സ് ഇൻ സി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഡേറ്റ ടൈപ്സ്. ഓക്കെ, ഡേറ്റ ടൈപ്സ് യൂഷ്വലി എസ്സേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ എന്താണ് ഡേറ്റ ടൈപ്പ്? അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേരിയബിൾസിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഇപ്പം നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യണം, 2 എന്നുള്ള നമ്പർ, 3 എന്നുള്ള നമ്പർ. ഓക്കെ, സോ ആ രണ്ട് നമ്പേഴ്സിനെ ആദ്യം നമ്മൾ ഈ പറയുന്ന വേരിയബിളിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ടാണ് നമ്മൾ ആ നമ്പേഴ്സിനെ എടുത്ത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഒരു പ്രോഗ്രാമിലേക്ക് ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് ഈ പറയുന്ന പോലെ 2 എന്നുള്ള നമ്പർ ആവാം, 3 എന്നുള്ള നമ്പർ ആവാം, ദാറ്റ് ഈസ് ഇൻറ്റീജർ നമ്പേഴ്സ് ആവാം. ചില സമയത്ത് എന്തായിരിക്കും അറിയോ, നമുക്ക് പ്രോഗ്രാമിലേക്ക് കൊടുക്കേണ്ടി വരുന്നത് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3.14 അല്ലെങ്കിൽ 2.16, ദാറ്റ് ഈസ് ഡെസിമൽ പോയിന്റ് ഉള്ള വാല്യൂസ് ചിലപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കൊടുക്കേണ്ടി വരും. ഇനി ചിലപ്പോൾ നമുക്ക് നമ്പേഴ്സ് ഒന്നും ആയിരിക്കില്ല കൊടുക്കേണ്ടി വരിക. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രോഗ്രാമിലേക്ക് എനിക്കിപ്പോൾ അമ്മു എന്നുള്ള പേരാണ് കൊടുക്കേണ്ടി വരുന്നതെന്ന് വിചാരിക്കുക. അപ്പം എന്താണ് അമ്മു, AMMU, ദാറ്റ് ഇസ് ക്യാരക്ടേഴ്സിനെ ആയിരിക്കും നമുക്ക് പ്രോഗ്രാമിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാം എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് എഴുതുന്നത്, അതിനനുസരിച്ചുള്ള ഡേറ്റയാണ് നമ്മൾ ഈ പറയുന്ന പ്രോഗ്രാമിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള ഡേറ്റ വരാം. ഈ പറയുന്ന പോലെ ഇൻറ്റീജർ ഡേറ്റ വരാം, അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് ഉള്ള ഡേറ്റ വരാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്യാരക്ടേഴ്സ് ആവാം. സോ എന്താണെങ്കിലും ശരി, നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ വാല്യൂസിനെയൊക്കെ വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രോഗ്രാമിൽ പറഞ്ഞു കൊടുക്കണം ഈ വേരിയബിള് ഏത് ടൈപ്പിലാണ് വരുന്നത്. അതായത് ഇൻറ്റീജർ ടൈപ്പിലാണോ വരുന്നത്, അല്ല ഡെസിമൽ പോയിന്റോട് കൂടിയാണോ വരുന്നത്, അല്ല നിങ്ങൾ ഇനി ക്യാരക്ടേഴ്സിനെയാണോ കൊടുക്കാൻ പോകുന്നത്, ദാറ്റ് ഇസ് വേരിയബിളിൻ്റെ ടൈപ്പ്. മനസ്സിലാവുന്നോ? സോ വേരിയബിളിൻ്റെ ടൈപ്പാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന ഡേറ്റ ടൈപ്സിൽ പറയുന്നത്. ഓക്കെ, സോ ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ടൈപ്പ് ഓഫ് ഡേറ്റ ദാറ്റ് യു ആർ ഗോയിങ് ടു ഗിവ് ആസ് ഇൻപുട്ട് ഫോർ എ പ്രോഗ്രാം. ഓക്കെ, സോ ആ ടൈപ്പുകളാണ് നമ്മൾ പറയുന്നത്. ഇനി ഡേറ്റ ടൈപ്സ് സിയിൽ മെയിനായിട്ട് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് ഉണ്ട്, അതുപോലെ തന്നെ വോയിഡ് എന്നുള്ള ഒരു ഡേറ്റ ടൈപ്പും വരുന്നുണ്ട്. ഓക്കെ, സോ ഡേറ്റ ടൈപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് into 3, that is basic or fundamental data type, then derived data type and void. Okay, then ഈ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റലിൽ തന്നെ ഈ പറയുന്ന 3 സബ് ക്ലാസ് വരുന്നുണ്ട്, ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ടിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുക. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഡേറ്റ ടൈപ്പ്, ദാറ്റ് ഈസ് ബേസിക് ഡേറ്റ ടൈപ്പ് ഇൻ സി. ബേസിക് ഡേറ്റ ടൈപ്പിനെ തന്നെ പറയുന്ന വേറെ ചില പേരുകളാണ് പ്രൈമറി ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ കാണിച്ചു ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പിൽ വരുന്ന ഒരു ടൈപ്പാണ് ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ്. ഓക്കെ, സോ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ് ആണ് എങ്കിൽ അങ്ങനെയുള്ള വേരിയബിൾസിന് ന്യൂമറിക് വാല്യൂസിനെ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ് ആയിട്ടുള്ള വേരിയബിൾക്ക് ഈ പറയുന്ന പോലെ ഇൻറ്റീജർ വാല്യൂസിനെ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റൂ. 2 എന്നുള്ള വാല്യൂ,
50 എന്നുള്ള വാല്യൂ, 100 എന്നുള്ള വാല്യൂ, 1000 എന്നുള്ള വാല്യൂ. ദാറ്റ് ഈസ് പ്യുവർലി ഇൻറ്റീജർ ഡേറ്റേനെ മാത്രം ആയിരിക്കും ഇൻറ്റ് എന്നുള്ള ഇൻറ്റീജർ ഡേറ്റ ടൈപ്പിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ് ആണ് എങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കീവേഡാണ് ഇൻറ്റ്. ഇപ്പോൾ ഞാൻ എഴുതുവാണ്, ഇൻറ്റ് എഴുതിയിട്ട് എ എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എ എന്ന് പറയുന്ന വേരിയബിൾ ആണ്, ആ എയുടെ ഡേറ്റ ടൈപ്പ് വരുന്നത് ഇൻറ്റീജർ ആണ്. മനസ്സിലായോ? ഇനി സാധാരണഗതിയിൽ ഈ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ് സിസ്റ്റത്തിൽ എത്ര എമൗണ്ട് ഓഫ് മെമ്മറീനെയാണ് എടുക്കുന്നത്, സ്റ്റോറിങ്ങിന് വേണ്ടി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ 2 തൊട്ട് 8 ബൈറ്റ്സ് വരെയുള്ള സ്പേസ് ആണ് അത് എടുക്കുന്നത്. 2 to 8 ബൈറ്റ്സ്. സോ 2 ബൈറ്റ് ആണ് എങ്കിൽ അതിന് കറസ്പോണ്ടിംഗ്ലി ഇത്രയും വാല്യൂസിനെ വരെ ഹോൾഡ് ചെയ്യാം. 4 ബൈറ്റ്സ് ആണെങ്കിൽ നോക്കൂ, ഇത്രയും വാല്യൂസിനെ വരെ ഹോൾഡ് ചെയ്യാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ രണ്ട് വാല്യൂസും റഫായിട്ടാണെങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, കാര്യം നമ്മളുടെ പോയിന്റ്സ് ആണിത്. ഇനി നമ്മൾ ഇൻറ്റീജർ വാല്യൂ എടുക്കുന്നു. ചില സമയത്ത് ഈ പറയുന്ന റേഞ്ചിനും അപ്പുറത്തേക്ക് ഉള്ള ഒരു ഡേറ്റേനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇൻറ്റീജർ ഡേറ്റ ടൈപ്പിന് പറ്റില്ല. അതായത് 2147 483 647 ഇത്രയും ഡിജിറ്റ്സിന് അപ്പുറത്തേക്ക് ഒരു ഡിജിറ്റിനെ ഒരു പൊസിഷനും കൂടെ വന്നാൽ അതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഇൻറ്റീജർ എന്നുള്ള ഡേറ്റ ടൈപ്പിന് പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ലോങ് ഇൻറ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പിലേക്ക് പോകും. ഇനി ലോങ് ഇൻറ്റിനും ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, അതിനേക്കാളും വലിയ വാല്യൂ ആണെങ്കിൽ നമ്മൾ ലോങ് ഇൻറ്റ് എന്നുള്ള പ്രൊവിഷനിലേക്ക് മാറും. ജസ്റ്റ് തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കുക, ലോങ് ഇൻറ്റും ലോങ് ഇൻറ്റും നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഇതൊന്നും യൂസ് ചെയ്യില്ല. പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഇൻറ്റ് മാത്രമാണ് ഉപയോഗിക്കുകയുള്ളൂ. സോ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പിന്റെ ഫസ്റ്റ് വൺ ആണ് ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ്. സോ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ് ആണ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കീവേഡ് ആണ് ഇൻറ്റ്. ഇൻറ്റ് സാധാരണ 2 to 8 ബൈറ്റ്സ് ആണ് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ എടുക്കുന്നത്. ദെൻ ഇൻറ്റിന് ഈ പറയുന്ന അത്രയും വാല്യൂസിനെ ഹോൾഡ് ചെയ്യാനേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഇത്രയാണ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി വരുന്നത്. ഇനി ഇതിനേക്കാളും അപ്പുറത്തേക്ക് വാല്യൂസിനെ നമുക്ക് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ലോങ് ഇൻറ്റ്, അല്ലെങ്കിൽ ലോങ് ഇൻറ്റ് എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വെറുതെ ഒരു കുട്ടി പ്രോഗ്രാം എഴുതിയിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് സി പ്രോഗ്രാം നിങ്ങൾ എടുത്താലും അവിടെ ഈ പറയുന്ന ഹെഡർ ഫയൽ ഉണ്ടാകും, #include stdio.h. ദെൻ പ്രോഗ്രാംസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതുന്നത് ഈ void main എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. സോ void main എഴുതുക, ദെൻ ഒരു ബ്രേസസ് ഇടുക. ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ ഇൻറ്റ് a,b എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്, ആ എയുടെ ഡേറ്റ ടൈപ്പ് വരുന്നത് ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഇൻറ്റ് എന്നുള്ളത്. ഇനി ബി എന്നുള്ളത് ഒരു വേരിയബിൾ ആണ്, ബിന്റെ ഡേറ്റ ടൈപ്പ് വരുന്നത് ഇൻറ്റീജർ ആണ്. ഇനി എ എന്ന് പറയുന്ന വേരിയബിളിന് ഞാനൊരു വാല്യൂ അസൈൻ ചെയ്യുന്നു, 10 എന്നുള്ള വാല്യൂവിനെ ഞാൻ അസൈൻ ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേരിയബിൾ ഡിക്ലറേഷൻ ആൻഡ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. അതായത് ഒരു വാല്യൂവിനെ ഈ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, അതിനെയാണ് ആ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ 10 എന്നുള്ള വാല്യൂ എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഇനി 4 എന്നുള്ള വാല്യൂ ബി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഓക്കെ, ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഒരു ഇൻറ്റീജർ വാല്യൂ എക്കും ബിക്കും കൊടുക്കുന്നു ബൈ യൂസിങ് ദ കീവേഡ് ഇൻറ്റ്. നമ്മൾ ആ ഡേറ്റ ടൈപ്പിനെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാണ്, അല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല ഇതിനകത്ത്. ദെൻ പ്രിന്റ് എഫ്, ഈ എയുടെ ഉള്ളിൽ കിടക്കുന്ന വാല്യൂവിനെ നമുക്ക് പ്രിന്റ് ചെയ്യിക്കണം.
സോ printf ഡബിൾ കോട്ട്സിൽ a is equal to %d. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇൻറ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യിക്കാനും ദാറ്റ് ഈസ് റീഡ് ചെയ്യിക്കാനും റൈറ്റ് ചെയ്യാനും നമ്മൾ എടുക്കുന്ന ഒരു സ്പെസിഫയർ, ഒരു ഫോമാറ്റ് സ്പെസിഫയർ എന്നാണ് ഇതിനെ പറയുക, %d ആണ്. ഇൻറ്റീജർ ആണെങ്കിൽ %d, അത് മാത്രം ഇപ്പോൾ ഓർത്ത് വയ്ക്കുക. ദെൻ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, എ എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുത്തു. എന്താ സംഭവിക്കാന്നറിയോ? എയുടെ വാല്യൂ എന്താണോ ആ വാല്യൂ പ്രിന്റ് ആവും. അതുപോലെ printf ഞാൻ കൊടുക്കുന്നു b is equal to %d, then b. ഔട്ട്പുട്ട് വരുന്ന get ch വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത്. get ch വെച്ച് പ്രോഗ്രാം എൻഡ് ചെയ്യുന്നു. ദെൻ ഔട്ട്പുട്ട് വരുന്നത് നോക്കിക്കേ, a is equal to 10. ദാറ്റ് ഈസ് ഈ printf എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ നിങ്ങൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അങ്ങനെ തന്നെ പ്രിന്റ് ആവും. അപ്പോൾ a ഈക്വൽ ടു %d, ഈ എയുടെ വാല്യൂ വന്ന് %d അങ്ങ് റീപ്ലേസ് ചെയ്യും. എയുടെ വാല്യൂ എന്താ? 10 ആണല്ലേ. സോ a is equal to 10 എന്ന് വരും. ദെൻ ഇവിടെ ഒരു സ്ലാഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ലാഷൻ കൊടുക്കുന്ന എപ്പോഴാ? ഒരു പുതിയ ലൈൻ വരാൻ വേണ്ടിയിട്ട്. സോ പുതിയ ലൈനായിട്ട് അത് വന്ന് നിൽക്കും. അപ്പോഴാണ് അടുത്ത printf b is equal to %d/n. എന്ത് സംഭവിക്കും? printfന്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ പ്രിന്റ് ആവും. ദാറ്റ് ഈസ് b, കണ്ടോ ഇവിടെ കണ്ടോ b, ദെൻ ഈക്വൽ ടു, ഇവിടെ കണ്ടോ ഈക്വൽ ടു %d എന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്ന ബിയുടെ വാല്യൂ വെച്ച് റീപ്ലേസ് ആവും. ബിന്റെ വാല്യൂ എത്രയാണ്? 4. സോ ഇവിടെ b is equal to 4 എന്നുള്ളത് ഔട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പിലെ ഫസ്റ്റ് വൺ, ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ്. ദെൻ അടുത്തത് നമ്മൾ പറയുന്നു ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്. ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, സപ്പോസ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ക്യാരക്ടേഴ്സിനെയാണ് സ്റ്റോർ ചെയ്യേണ്ടി വരുന്നത് എന്ന് വിചാരിക്കുക. അതായത് എ ബി സി ഡി അങ്ങനെയുള്ള അക്ഷരങ്ങളെയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പാണ് ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്. ഓക്കെ, സോ ക്യാരക്ടർ ഡേറ്റ ടൈപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട കീവേഡാണ് ക്യാർ. ദാറ്റ് ഈസ് CHAR, ക്യാർ എന്നുള്ള കീവേഡ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അവിടെ ഇൻറ്റീജറിൽ നമ്മൾ പറഞ്ഞു 2 to 8 ബൈറ്റ്സ് എടുക്കുന്നു സ്റ്റോറേജ് സ്പേസ്. ഇവിടെ എടുക്കുന്നത് ജസ്റ്റ് 1 ആണ്. ജസ്റ്റ് ഒരു 1 ബൈറ്റ് മാത്രമാണ് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇവിടെ എടുക്കുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ പ്രോഗ്രാം #include stdio.h ഹെഡർ ഫയൽ നമ്മൾ കൊടുക്കുന്നു. void main, സോറി വി ക്യാപ്സ് അല്ല കേട്ടോ, വി സ്മോൾ ആണ് വരേണ്ടത്. void main ബ്രേസസ് ഇടുന്നു. നോക്കിക്കേ, ക്യാർ ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ ഞാൻ എ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിളിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ക്യാരക്ടർ ഡേറ്റേനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ക്യാർ എന്നുള്ളത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ ഞാൻ ഈ വേരിയബിളിനെ ഇനീഷ്യലൈസും ചെയ്തിട്ടുണ്ട്. ഈ വേരിയബിളിന് ഞാൻ എ എന്നുള്ള വാല്യൂനെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. സിംഗിൾ കോട്ട്സിലാണ് കൊടുക്കേണ്ടത് ക്യാരക്ടർ ആകുമ്പോൾ. ദെൻ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിക്കുന്നു. printf ക്യാരക്ടർ ഇസ് ഈക്വൽ ടു %c. മനസ്സിലാക്കുക, ഇൻറ്റീജർ ആണെങ്കിൽ നമ്മൾ %d ആണ് കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ക്യാരക്ടർ ആണ്. സോ ഇവിടെ നമ്മൾ കൊടുക്കണം %c. ദെൻ നമ്മൾ get ch വെച്ച് പ്രോഗ്രാം എക്സിറ്റ് ആവും. ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയായിരിക്കും? ക്യാരക്ടർ ഈസ് ഈക്വൽ ടു ഈയുടെ വാല്യൂ വന്നിട്ട് %c അങ്ങ് റീപ്ലേസ് ചെയ്യും. ഈന്റെ വാല്യൂ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ A അല്ലേ.
സോ ക്യാരക്ടർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എ എന്നുള്ളത് വരും. മനസ്സിലായോ? പ്രിന്റ് എഫ് എന്നുള്ള ഫംഗ്ഷന്റെ പ്രത്യേകതയാണ് ഡബിൾ കോട്ട്സിൽ നിങ്ങൾ എന്ത് കൊടുത്തിരിക്കുന്നോ അത് അങ്ങനെ തന്നെ ഔട്ട് ചെയ്യും എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ ഇക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. സോ അത് പ്രിന്റ് ചെയ്യും. ക്യാരക്ടർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എ. ഓക്കെ, ദെൻ അടുത്ത ഡേറ്റ ടൈപ്പ് ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പിനകത്ത് രണ്ട് സബ് കാറ്റഗറി ഉണ്ട്, ഫ്ലോട്ടും ഡബിളും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻറ്റീജർ ഡേറ്റേനെ ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ ഇൻറ്റീജർ എന്നുള്ള ഡേറ്റ ടൈപ്പിനെ എടുത്തത്. ദാറ്റ് ഈസ് 2, 4, 6, 8 അങ്ങനെയുള്ള നമ്പേഴ്സിനെ എടുക്കാൻ വേണ്ടി മാത്രം. ഡെസിമൽ വാല്യൂസിനെ അത് സപ്പോർട്ട് ചെയ്യില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഡെസിമൽ വാല്യൂസിനെ പ്രോഗ്രാമിലേക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുക. സോ ഡെസിമൽ വാല്യൂസിനെ പ്രോഗ്രാമിലേക്ക് കൊടുക്കണമെങ്കിൽ വി ഹാവ് ടു യൂസ് ദ കീവേഡ് ഫ്ലോട്ട്. മനസ്സിലായോ? ഇപ്പം നിങ്ങളുടെ പ്രോഗ്രാമിൽ 3.14 എന്ന് നിങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ആണ്. അവിടെ ഇൻറ്റ് കൊടുക്കരുത്. ഓക്കെ, സോ ഫ്ലോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 6 ഡിജിറ്റിനെ അത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, വേറാസ് ഡബിൾ എന്നുള്ള ഡേറ്റ ടൈപ്പ് ആണ് എങ്കിൽ ഇത് തന്നെ ഡെസിമൽ പോയിന്റ് ഉള്ള വാല്യൂസിനെ എടുക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 10 ഡിജിറ്റിനെ അത് സപ്പോർട്ട് ചെയ്യും. മനസ്സിലാവുന്നോ? സോ ഫ്ലോട്ട് ആണ് എങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 6 ഡിജിറ്റ്സിനെ അത് സപ്പോർട്ട് ചെയ്യുള്ളൂ. വേറാസ് ഡബിൾ ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 10 ഡിജിറ്റ്സിനെ അത് സപ്പോർട്ട് ചെയ്യും. സോ ഫ്ലോട്ട് ആണ് എങ്കിൽ വി ഹാവ് ടു യൂസ് ദ കീവേഡ് ഫ്ലോട്ട്. ഫ്ലോട്ട് എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യണം. ഫ്ലോട്ട് 4 ബൈറ്റ്സ് ആണ് മെമ്മറിയിൽ സ്റ്റോറേജ് എടുക്കുക. ഡബിൾ ആണെങ്കിൽ 8 ബൈറ്റ്സ് ആണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പോയിന്റ് കഴിഞ്ഞ് 10 ഡിജിറ്റ് അല്ല, പോയിന്റ് കഴിഞ്ഞിട്ട് അതിനും അപ്പുറത്തേക്ക് ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ലോങ് ഡബിൾ. ലോങ് ഡബിൾ എന്നുള്ള ഡേറ്റ ടൈപ്പ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ വരുന്ന അടുത്ത സെക്കൻഡ് കാറ്റഗറി ഓഫ് ഡേറ്റ ടൈപ്പ് ആണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ്. ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സിൽ വരുന്നത് അറേസ്, പോയിന്റേഴ്സ്, സ്ട്രക്ചേഴ്സ്, യൂണിയൻ എന്ന് പറയുന്ന ഒരു 4 കാര്യങ്ങളുണ്ട്. അതാണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പിൽ വരുന്നത്. നമ്മൾ പഠിക്കും, ഇനി അങ്ങോട്ടേക്കുള്ള മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും എന്താണ് അറേ, എന്താണ് പോയിന്റർ എന്നൊക്കെ ഉള്ളത്. സോ ഫോർ ദ ടൈം ബീയിങ് മനസ്സിലാക്കുക, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സിൽ വരുന്നത് അറേസ്, പോയിന്റേഴ്സ്, യൂണിയൻ, സ്ട്രക്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദ ലാസ്റ്റ് കാറ്റഗറി ദാറ്റ് ഇസ് വോയിഡ് ഡേറ്റ ടൈപ്പ്. വോയിഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ടൈപ്പ് ഉണ്ടാവില്ല. അതായത് ഇൻറ്റീജർ വാല്യൂ ആവില്ല, ഫ്ലോട്ട് വാല്യൂ ആവില്ല, ക്യാരക്ടർ വാല്യൂ ആവില്ല. ദാറ്റ് ഇസ് ഒരു ടൈപ്പ് ഉണ്ടാവില്ല. ദാറ്റ് ഇസ് നത്തിങ് ഇസ് ദർ. ഒരു എം ടി ഡേറ്റ ടൈപ്പ്. എം ടി ഡേറ്റ ടൈപ്പ് ആണ് വോയിഡ് എന്നുള്ള ഡേറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എം ടി ആണ്, ഒന്നുമില്ല. സോ യൂഷ്വലി നമ്മളിത് യൂസ് ചെയ്യുന്ന വോയിഡ് എന്നുള്ള ഡേറ്റ ടൈപ്പ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് പോയിന്റേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ ഫങ്ഷൻസും ഒക്കെ പഠിക്കുന്ന സമയത്താണ് കൂടുതലായിട്ടും നമ്മൾ വോയിഡ് എന്നുള്ള ഡേറ്റ ടൈപ്പ് എടുക്കുന്നത്. ഓക്കെ, സോ മനസ്സിലാക്കുക, നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഡേറ്റ ടൈപ്സ് ഇൻ സി, അതായത് നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ ഏത് ടൈപ്പിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്ന ഇതിനാണ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുക. 3 തരത്തിലുള്ള ഡേറ്റ ടൈപ്സ് നമ്മൾ പറയുന്നു. ബേസിക് ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്, പിന്നെയുള്ളത് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, ദെൻ ലാസ്റ്റ് ഇസ് വോയിഡ്. ഫണ്ടമെന്റൽ ആണെങ്കിൽ അതിനകത്ത് വരുന്നതാണ് ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ടിംഗ് പോയിന്റിൽ വരും ഫ്ലോട്ടും ഡബിളും. ഡിറൈവ്ഡിൽ വരുന്ന അടുത്ത ഡേറ്റ ടൈപ്സ് ആണ് അറേസ്, പോയിന്റേഴ്സ്, സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻ. വോയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എം ടി ഡേറ്റ ടൈപ്പ്. പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ.